ഞാനൊരു അധ്യാപകനാണ്. ചെന്നൈയിലാണ്. നിങ്ങൾക്കറിയാം, ചെന്നൈ പോലൊരു മഹാനഗരം, ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിലെ ഒരു ടീച്ചറായി വർക്ക് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് കൂടാതെ ഈ ജോലി ഭംഗിയായി ചെയ്തു തീർക്കാൻ ഇവിടെ സാധിക്കില്ല. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. അതായത് എനിക്ക് ക്ലാസ്സിൽ ഞാൻ ടീച്ച് ചെയ്യുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ സബ്ജക്റ്റ് സയൻസാണ്. അപ്പോൾ ക്ലാസ്സിൽ പോയി കെമിസ്ട്രി, സയൻസ് ടീച്ച് ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ടീച്ചിങ്ങിനും അപ്പുറം ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇൻട്രാക്ട് ചെയ്യേണ്ടതുണ്ട്, അല്ലേ? സോഷ്യൽ ടോക്കിംഗ് വരും. കുട്ടികളുമായിട്ടൊരു സോഷ്യൽ ടോക്കിംഗ് ഉണ്ടാവാം. പിന്നെ ടീച്ചേഴ്സ് മീറ്റിംഗ്, പാരൻസ് മീറ്റിംഗ്, ഇത് കൂടാതെ പല സോഷ്യൽ മീറ്റിങ്ങുകളും നമുക്ക് ഉണ്ടാകാറുണ്ട്. അവിടെയൊക്കെ ഒരു ടീച്ചിങ് സ്റ്റൈലിൽ പോയി നമ്മുടെ സബ്ജക്റ്റ് അവിടെ പോയി ടീച്ച് ചെയ്യുകയല്ല വേണ്ടത്, നമ്മുടെ മനസ്സിൽ നിന്നും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം, അല്ലേ? അപ്പോൾ ആ ഒരു ഫ്ലുവൻസി എന്നുള്ളത് ഇവിടെ മസ്റ്റാണ്. ഞാൻ ഈ ഫസ്റ്റ് ലോക്ക്ഡൗൺ, നമ്മുടെ കോവിഡ് കാരണം ഉണ്ടായ ആദ്യ ലോക്ക്ഡൗൺ കാലത്ത് ഇംഗ്ലീഷ് പരിശീലിക്കാൻ തീവ്രമായിട്ടും ആഗ്രഹിച്ചു. ഞാനതുകൊണ്ട് എന്ത് ചെയ്തു, ഡിജിറ്റൽ മീഡിയ നല്ലവണ്ണം സെർച്ച് ചെയ്തു, യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി, ഇൻസ്റ്റഗ്രാം എല്ലാം ചെക്ക് ചെയ്തു. അങ്ങനെ 1-2 കോഴ്സസ് ഞാൻ കണ്ടെത്തി. വാസ്തവമാണ്, ഞാൻ ആ കോഴ്സ് ജോയിൻ ചെയ്തു, കുറേയൊക്കെ പഠിക്കുകയും ചെയ്തു. ഞാൻ ആ ഒരു കോഴ്സിനെയും അത്തരം സെൻറ്ററുകളെ ഒന്നും കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. ഞാൻ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ എനിക്ക് ഒരു ചെറിയൊരു ഒബ്സ്റ്റക്കിൾ, അതായത് എന്നെ പുറകോട്ട് വലിക്കുന്ന എന്തോ ഒന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ സമയവും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ട്രാൻസ്ലേഷൻ പ്രോസസ്സ് ഉണ്ടാകാറുണ്ട്. അതായത് കാര്യങ്ങൾ എൻ്റെ മദർ ടങ്ങിലോട്ട് വരും. ആദ്യം മാതൃഭാഷയിൽ വന്നിട്ട് പിന്നെ ഞാൻ ഡെലിബറേറ്റ് ആയിട്ട് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തും. അതാണ് സാധാരണ സംഭവിക്കാറുള്ളത്. പക്ഷെ അതല്ല. നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. എപ്പോഴും മനസ്സിലാക്കുക, സ്കില്ലെന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. നമ്മൾ പോലും അറിയാതെ അത് സ്വതസിദ്ധമായി നാച്ചുറലി സ്പോണ്ടേനിയസ് ആയിട്ട് വരേണ്ട ഒന്നാണ് സ്കില്ല്. ഇദ്ദേഹത്തിൻ്റെ ഈ കോഴ്സിൽ ഇദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ രീതിയിൽ എന്തോ ഒരു വ്യത്യസ്തതയുണ്ട്. നമ്മൾ സാധാരണ വായ കൊണ്ടല്ലേ സംസാരിക്കാറുള്ളത്, പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല, ഹൃദയം കൊണ്ടാണ് സംസാരിക്കുന്നത്. ഹൃദയം കൊണ്ട് സംസാരിക്കുന്നു, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ കേൾക്കുന്നു. അതാണ് വാസ്തവം. ആദ്യത്തെ ദിവസം മുതൽ എക്സൈറ്റ്മെൻ്റ് ആണ്. ഞങ്ങളുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞൊരു ആഘോഷമാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഞാൻ ചെന്നൈയിലാണ്. ഇവിടെ ഇപ്പോൾ റെയിനി സീസണാണ്. ഇറ്റ് സീംസ് ലൈക്ക് എ സെക്കൻഡ് ലോക്ക്ഡൗൺ ഹിയർ. എല്ലാവരും വീടിനുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. ഞങ്ങളും അതെ. പക്ഷേ ഈ ഒരു ലോക്ക്ഡൗൺ പ്രതീതിയുള്ള ഈ സമയത്ത് പോലും ഞങ്ങളുടെ വീട്ടിൽ ആഘോഷമാണ്. കാരണം 24 മണിക്കൂർ അദ്ദേഹം തന്ന പരിശീലനത്തിലൂടെ ഇംഗ്ലീഷ് പാട്ടുകളിലെ പഴയ നഴ്സറി സോങ്സ്, ട്വിങ്കിൾ 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 ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ, അത് ജിംഗിൾ ബെൽസ് ജിംഗിൾ ഓൾ ദി വേ, ഓ വാട്ട് ഫൺ ഇറ്റ് ഈസ് ടു റൈഡ് ഇൻ വൺ ഹോഴ്സ് ഓപ്പൺ സ്ലെയ്, ഓ ജിംഗിൾ ബെൽസ്. ഇതിങ്ങനെ 24 hours ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ കുട്ടികളൊക്കെ ചേർന്നാണ് പരിശീലിക്കുന്നത്. എൻ്റെ 4 വയസ്സുള്ള മോള്, എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോൻ, പിന്നെ എൻ്റെ വൈഫ്, ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളങ്ങ് എൻജോയ് ചെയ്യാണ്. ഞങ്ങളൊക്കെ ഇപ്പോൾ കുട്ടികളായി മാറിയിരിക്കുകയാണ്. ഓക്കെ, കാരണം അദ്ദേഹം അതാണ് പറഞ്ഞത്, ഇതൊരു 2ാം ജന്മമാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു ഇൻഹിബിഷനും ഇല്ലാതെ, പ്രത്യേകിച്ചൊരു മുൻവിധിയും ഇല്ലാതെ, ചോദ്യങ്ങൾ ചോദിക്കാതെ എൻജോയ് ചെയ്തുകൊണ്ട്, സന്തോഷത്തോടു കൂടി, ഹാപ്പി മൈൻഡിൽ, ബ്ലിസ്ഫുൾ സ്റ്റേറ്റിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ എൻജോയ് ചെയ്താണ് പഠിക്കുന്നത്. ഞങ്ങളത് ട്രെയിൻ ചെയ്യുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ പരിശീലിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രോഗ്രാം അത്രയും എൻജോയ് ചെയ്ത് പഠിക്കാനുള്ളൊരു സംഗതി. പഠിക്കുകയല്ല, ഞങ്ങളത് എൻജോയ് ചെയ്യുകയാണ്, ആസ്വദിക്കുകയാണ്. വല്ലാത്തൊരു. ഞാൻ എൻ്റെ മൊബൈലിൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഫീഡ് ചെയ്തിരിക്കുന്നത് മൈ ഗോഡ് ഡേവിഡ് ക്രിസ് എന്നാണ്. സത്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ അത്രത്തോളം അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തെ ആരാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാര ശൈലി, ബോഡി ലാംഗ്വേജ്, ഡയലോഗ് ഡെലിവർ ചെയ്യുന്ന രീതി, അദ്ദേഹത്തിൻ്റെ ഒരു സംസാര രീതി, വണ്ടർഫുൾ, എക്സലൻറ്റ്. എനിക്കൊന്നും പറയാനില്ല. ഇത് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ലോകത്തിനോട് വിളിച്ച് പറയണം, ഇദ്ദേഹത്തെയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്, ഈ കോഴ്സിനെയാണ് ഞാൻ സ്നേഹിച്ചിരുന്നത്, ഇതാണ് നമുക്ക് വേണ്ടിയിരുന്നത് എന്ന് എനിക്ക് ഉറക്കെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നമസ്കാരം മാത്രം ഞാൻ സാറിന് ഗുരുദക്ഷിണയായി തരുന്നു സാർ. താങ്ക് യു.